പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി. ഇന്ന് നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. ഗർഭോ ഞായർ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. നമ്മളിപ്പോ സജി ജോൺ കിഴക്കമ്പലം വളരെ മനോഹരമായ ഒരു ധ്യാന ചിന്ത തന്റെ അനുഭവത്തിലൂടെ പങ്കുവച്ചു. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ പേജില് അത് കേട്ടു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതലാണ് എവങ്കേലിയൻ വായിക്കുന്നത്. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവന്നു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇതാരോട് പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ്. ഒരു കുഷ്ഠരോഗി ഇന്നത്തെ കാലത്ത് പോലും എത്ര ബഹിഷ്കൃതനാണ് എന്ന് നമ്മൾ സജി ജോണിന്റെ സന്ദേശത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി. ഈ ആധുനിക കാലത്ത് പോലും അങ്ങനെയാകുമ്പോ ചികിത്സയോ ഔഷധമോ ശാസ്ത്രജ്ഞാനമോ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ എത്രമാത്രം സമൂഹഭ്രഷ്ട് കുഷ്ഠരോഗികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലാണ് യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നത്. അൺടച്ചബിൾ ആയിട്ട്, അസ്പർശ്യരായിട്ട്, അൺക്ലീൻ ആയിട്ട്, അശുദ്ധരായിട്ട് അവർ കരുതപ്പെട്ടു. They had no access. മനുഷ്യന്റെ ജീവന മേഖലകളിലേക്ക് അവർക്ക് യാതൊരു തരത്തിലുള്ള ആക്സസും ഉണ്ടായിരുന്നില്ല. അപ്പോ മനുഷ്യന്റെ ജീവന പരിസരങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്തായിരുന്നു. കുഷ്ഠരോഗവും മതചിന്തയും വളരെ ബന്ധമുണ്ട്. സമൂഹം ഒരുമിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ താമസിച്ചിരുന്ന കാലത്ത് പകർച്ചവ്യാധികൾ വരുമ്പോൾ അത് പടരാതിരിക്കുവാൻ ഇന്ന് ഈ ആധുനിക കാലത്ത് കൊറോണ രോഗം വന്നിട്ട് ക്വാറന്റൈൻ സംവിധാനങ്ങളൊക്കെയുണ്ട്. ഇന്നും ആളുകളെ മാറ്റി നിർത്തുകയാണ്. യേശു കർത്താവിന്റെ കാലത്ത് കുഷ്ഠരോഗികളെ കണ്ടതിനേക്കാൾ അറപ്പോടെയും വെറുപ്പോടെയും കൊറോണ രോഗികളെ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. രോഗബാധിതരോടുള്ള മനുഷ്യന്റെ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇത് മതചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. മോശയുടെ കാലത്ത് അവർ ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോൾ നൽകിയ ചില കൽപ്പനകൾ പിന്നീട് രൂഢമൂലമായ മതചിന്തയായി മാറി. അപ്പൊ അവിടുന്നാണ് അവർക്ക് അറപ്പും വെറുപ്പും എല്ലാം ഉണ്ടാകുന്നത്. ഹിപ്പോക്രസി അല്ലെങ്കിൽ ആത്മവഞ്ചന അതിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അതുകൊണ്ടാണ് അവര് കർക്കശമായി മതനിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ?
വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെയും പുരുഷനെയും കൊല്ലണം എന്നാണ് ന്യായപ്രമാണ കൽപ്പന. പക്ഷെ ഇവിടെ കൊണ്ടുവന്നത് സ്ത്രീയെ മാത്രമാണ്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് വ്യഭിചാരം ചെയ്യാൻ കഴിയുമോ? പിന്നെ എന്തിനാണ് ആ സ്ത്രീയെ മാത്രം കൊണ്ടുവന്നത്? അവിടെയാണ് പ്രസക്തമായ ചിന്ത. പലപ്പോഴും നമ്മളുടെ മതചിന്തകൾ തെറ്റായ ബോധ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അത്തരത്തിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളും നമ്മൾ കൈക്കൊള്ളുന്ന നടപടികളും ദൈവത്തിന് പ്രസാദമായ ഒരു ബലി എന്നോണം നമ്മൾ കരുതും. അവിടെയാണ് മതം നമ്മെ. ഇന്നിപ്പോ സമകാലിക കേരളത്തിൽ വലിയ ക്രൈസ്തവ മുന്നേറ്റം എന്ന് ഒക്കെ പേരിട്ട് മുസ്ലിം വിഭാഗത്തിനെതിരായിട്ട് വലിയ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. കാസ എന്നാണ് അവരുടെ പേര്. അവരെ ചിന്തിക്കുന്നത് അവരെന്തോ വലിയ കാര്യം ചെയ്യുകയാണ് ക്രിസ്ത്യാനിത്വത്തിനു വേണ്ടി. അപ്പൊ ഇതേക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ നിന്ന്, ഞാൻ എപ്പോഴും പറയും, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കണം. അത് ക്രിസ്ത്യാനിത്വമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുകയാണ്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ചിട്ട് അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് ചിന്തിക്കുക. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, യൂറോപ്പില് ക്രിസ്ത്യാനിത്വം തകർന്ന് തരിപ്പണമായതിനെ കുറിച്ച്. അതുപോലെ ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് നിങ്ങൾ നിരന്തരമായി കേൾക്കുന്ന ഒരു പ്രയോഗമാണ് പാശ്ചാത്യ ക്രിസ്ത്യാനിത്വവും പൗരസ്ത്യ ക്രിസ്ത്യാനിത്വവും, അവ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ വീണ്ടും താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി പറയുന്നു, യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിത്വം, വിച്ച് ഈസ് ട്രൂ ചർച്ച് ആൻഡ് വാട്ട് ഈസ് ട്രൂ ഡോക്ട്രിൻ. അപ്പൊ അതൊരു ഉത്തരമില്ലാത്ത പ്രഹേളികയാണെന്നാണ് പലരും പറയുന്നത്. അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിയത്തില്ല. അങ്ങനെയൊന്നും ഇല്ല. കാരണം തങ്ങളുടേത് വ്യാജമാണെന്ന് ബോധ്യമുള്ളവർ എല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു വരുത്തും. അമോണിയ ഇട്ട മീൻ വിൽക്കുന്ന കച്ചവടക്കാര് നല്ല പുഴമീൻ വിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് അവിടെ അമോണിയ ഇട്ടിട്ടുണ്ടെന്ന് പറയും. അല്ലെ പറയും, സാറേ ഈ മാർക്കറ്റിൽ എല്ലാവരുടെ മീൻ ഇത് തന്നെയാണ്. എന്നാൽ ആ മാർക്കറ്റിന്റെ മൂലയില് ആരും അറിയാത്ത ഒരു വൃദ്ധൻ നല്ല ചൂണ്ടയിട്ട് പിടിച്ച മീനുമായിട്ടിരിപ്പുണ്ടെന്ന് പറയത്തില്ല. അപ്പൊ ഇതൊരു പൊതു സ്വഭാവമാണ്. നിങ്ങൾ ഏത് ക്രിസ്ത്യാനിറ്റി ചോദിച്ചാൽ ആദ്യം അവർ പുള്ളിയുടെ സഭ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പം ഒരു അരമണിക്കൂറൊക്കെ സംസാരിക്കാമെങ്കിൽ പറയും എല്ലാം കണക്കാണ്, ദർ ഇസ് നോ ട്രൂ ചർച്ച്, ദർ ഇസ് നോ കറക്റ്റ് ഡോക്ട്രിൻ. അപ്പൊ യഥാർത്ഥ സഭയുമില്ല, കൃത്യമായ ഉപദേശവുമില്ല എന്ന് പറയും. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പരിശുദ്ധ പത്രുർക്കീസ് ബാവ, അപ്രേം കരീം ബാവയുടെ ഒരു സന്ദേശമായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ ഓഡിയൻസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ലവ് യുവർ എനിമീസ്, ലവ് ദം ഓൾവേസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കീഴെ കുറെ കമന്റുകൾ ഞാൻ കണ്ടു. അങ്ങനെ സ്നേഹിച്ച് ഒരു പരുവായല്ലോ, സിറിയലൊക്കെ ഇവിടെ സ്നേഹിക്കണമെന്നാണോ പറയുന്നത്? വളരെ മോശമായിട്ട്. കാരണം അതൊരു പ്രായോഗികമായ കാര്യമല്ല, സ്നേഹിക്കാൻ പാടില്ല. യേശു കർത്താവ് പറഞ്ഞത് ലവ് യുവർ എനിമീസ് എന്നാണ്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ആധുനിക കാലത്ത് അത് ഫിറ്റ് ആവുകയില്ല. നേരത്തെ നമ്മൾ മുൻകരുതൽ എടുക്കാഞ്ഞതുകൊണ്ടും വെറുക്കേണ്ടതുപോലെ വെറുക്കാത്തത് കൊണ്ടും ഒക്കെയാണ്
നമുക്കിത് സംഭവിച്ചത് എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം തകർന്നത്. സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിൽ എന്താണ് സംഭവിച്ചത്? സെക്കൻഡ് വേൾഡ് വാറിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ നിലപാട് എന്തായിരുന്നു? അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് യൂറോപ്പിൽ പ്രബലപ്പെട്ട രണ്ട് ആശയധാരകളാണ് ഫാസിസവും നാസിസവും. ഇറ്റലിയും യുഗോസ്ലോവിയയും ഒക്കെ ഫാസിസ്റ്റ് രാജ്യങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഫാസിസ്റ്റ്. നാസി ജർമ്മനി എന്നാണ്, നാസിസമാണ് ജർമ്മനിയിൽ പ്രബലപ്പെട്ടത്. അപ്പൊ ഈ നാസിസവും ഫാസിസവും രൂപപ്പെടുകയും പ്രബലപ്പെടുകയും ചെയ്തത് ക്രിസ്തീയ യൂറോപ്പിലാണ്. ഈ ഫാസിസവും നാസിസവും എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ ഫാസിസത്തിനും നാസിസത്തിനും രൂപം കൊടുത്തവർ ക്രിസ്ത്യൻ സ്കൂളുകളിൽ, പള്ളികളിൽ, ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ വളർന്നവരും അഭിരമിച്ചവരുമാണ്. അവർക്ക് കിട്ടിയ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന്, അവരുടെ സമൂഹത്തിൽ നിന്ന്, അവർക്ക് ലഭിച്ച പ്രബോധനങ്ങളിൽ നിന്ന്, അവർക്ക് സ്കൂളിൽ നിന്നും ചർച്ചിൽ നിന്നും വീട്ടിൽ നിന്നും കിട്ടിയ അവരുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് ആ ആശയധാരകൾ ഉരുത്തിരിഞ്ഞു വന്നത്. ചുരുക്കി പറഞ്ഞാൽ നാസിസവും ഫാസിസവും പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ സംഭാവനയാണ്. ഈ ഫാസിസവും നാസിസവും ഒരു പുതിയ തത്വശാസ്ത്രമോ ഒരു പുതിയ ചിന്താഗതിയോ ഒന്നും അല്ലായിരുന്നു. ഒരു യുണീക്ക് ന്യൂ ഐഡിയോളജി അല്ല, ഒരു ന്യൂ ഫിലോസഫി അല്ല. മറിച്ച് യൂറോപ്യൻ കത്തോലിക്കർ വെച്ചുപുലർത്തിയിരുന്ന, അല്ല, യൂറോപ്യൻ ക്രൈസ്തവർ വെച്ചുപുലർത്തിയിരുന്ന ചില മുൻവിധികൾ, മുൻധാരണകൾ, അതിൽ നിന്നുരുത്തിരിഞ്ഞതാണ് യഹൂദ വിരുദ്ധത യൂറോപ്യൻ ക്രൈസ്തവരുടെ മുഖമുദ്രയായിരുന്നു. അപ്പൊ യൂറോപ്യൻ ക്രിസ്തീയതയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ക്രൂസൈഡ് കാണാം, കുരിശുയുദ്ധങ്ങൾ, അതുപോലെ ഇൻക്വിസിഷൻസ്, വിശുദ്ധ യുദ്ധങ്ങൾ, സ്പാനിഷ് ഇൻക്വിസിഷനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മതവിചാരണ നടത്തി പതിനായിരക്കണക്കിന് നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തി. അത് ദൈവികമാണെന്നും ക്രിസ്തീയമാണെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. മതം അതിന് നേതൃത്വം നൽകി. കത്തോലിക്ക സഭയുടെ മേൽനോട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്തു. പ്രൊട്ടസ്റ്റന്റുകാരും ഒട്ടും മോശമല്ല. പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ കത്തോലിക്കയാകട്ടെ, ഈ രണ്ട് പാശ്ചാത്യ വിഭാഗങ്ങളും കൊലപാതകം ചെയ്ത് രക്തത്താൽ കൈകൾ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. ഇതെല്ലാം ദൈവമാണ് അവരെ കൊണ്ട് ചെയ്യിച്ചതെന്നും ദൈവം അവരെ ബലപ്പെടുത്തിയെന്നും അവർ ചിന്തിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ കേൾക്കുന്ന പ്രസംഗങ്ങൾ, പെന്തക്കോസ്തുകാർ പറയുന്ന പ്രസംഗങ്ങൾ, അവരുടെ പഠിപ്പിക്കലുകൾ. ഇന്ന് എനിക്കൊരു കത്തോലിക്ക സഹോദരൻ ഒരു മെസ്സേജ് അയച്ചു. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് മെസ്സേജ് വന്നത്. അദ്ദേഹം പള്ളിയിൽ ചെന്നപ്പോ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചപ്പോ പള്ളിയിലെ അച്ഛൻ കുറിച്ച് പറഞ്ഞിട്ട്
പള്ളിയിൽ വന്ന ജനങ്ങളോടെല്ലാം പറഞ്ഞു, നിങ്ങൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിന്റെ പ്രസംഗം കേൾക്കണമെന്ന്, ത്രൂത്തം പഠിക്കാൻ. അച്ഛൻ അത് കേട്ട് നന്നായി മനസ്സിലായി. നമുക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കണം. അതിപ്പോ ത്രൂത്തത്തെ സംബന്ധിച്ചാണെങ്കിലും എസ്കറ്റോളജി, ഭാവികാല സംഭവങ്ങൾ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടോ? വലിയ കുഴപ്പങ്ങൾ വരുന്നു. കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും അത്തരത്തിലുള്ള യുഗാന്ത്യ പ്രബോധനങ്ങൾ നടത്തുന്നുണ്ട്. ലോകം അവസാനിക്കാൻ പോകുന്നു, കർത്താവ് തീ അയക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള വിഭ്രമാത്മകമായ ഭാവനാ ചിന്തകൾ, ഇത് മുഴുവൻ കൈകളിൽ രക്തക്കറ പുരണ്ട പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ സംഭാവനയാണ്. കാരണം അവര് ത്രിയേക ദൈവത്തിൽ വിശ്വാസമില്ല, ത്രിയേക ദൈവത്തിന്റെ സ്നേഹം അവരനുഭവിക്കുന്നില്ല. ദേ നെവർ എക്സ്പീരിയൻസ് ദാറ്റ്. കാരണം അവർ ട്രൂ ചർച്ചിൽ നിന്ന് വിഘടിച്ചു പോയവരാണ്. യഥാർത്ഥ അപ്പോസ്തോലിക പ്രബോധനത്തെ കൈവിട്ട് കളഞ്ഞവരാണ്. അതെവിടെയാണ് സംഭവിച്ചത്? 3 പൊതുസുന്നഹദോസുകൾ കഴിഞ്ഞ് 4ാമത്തെ സുന്നഹദോസിൽ പരിശുദ്ധാത്മ നൽവരവും കൃത്യമായ ഉപദേശവും അപ്പോസ്തോലിക പാരമ്പര്യവും യേശുക്രിസ്തുവിന്റെ ഉപദേശവും ഒക്കെ മുറുകെ പിടിച്ചിരുന്ന സത്യസഭയിൽ നിന്ന് അവർ എന്ത് ചെയ്തു? മത്സരിച്ച് കലഹിച്ചു മാറിപ്പോയി. രാജാധികാരവും വിശാലമായ ഭൂപ്രദേശവും അധീനതയിലുള്ളതുകൊണ്ട് അവർ പ്രബലപ്പെട്ടു. സത്യം അവരിൽ ഇല്ലാതെയായി. അവർ മാനുഷികമായ ഉപദേശങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഇവിടെയാണ് നിങ്ങൾ കാണുന്നത് ഈ ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിയുമ്പോൾ. ഞാൻ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ ഓർത്തഡോക്സി, ഞാൻ ഓറിയന്റൽ ഓർത്തഡോക്സ് ഗ്രൂപ്പുകളെയാണ് കണക്കാക്കുന്നത്. കാരണം അതിന്റെ ഒരു വിഭാഗം ഇപ്പുറത്തും ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചരിത്രമല്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചരിത്രം മുഴുവൻ അവരെഴുതിയ ചരിത്രമാണ്, അവരുടെ ചരിത്രമാണ്. അതുകൊണ്ടാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ് സ്റ്റോറി, അവന്റെ കഥയാണ്, അവൻ എഴുതി വെച്ച കഥയാണ്. യഥാർത്ഥ ക്രിസ്തീയ സഭ ഉപദ്രവിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും നാൾതോറും പ്രാണഭയത്തിൽ കഴിയുകയും ചെയ്യുന്നുവെന്ന് തിരുവെഴുത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്നും അതേപോലെ ഉപദ്രവിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും നിസാരവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സഭയുണ്ട്. ആ സഭയാണ് ട്രൂ ചർച്ച്. ചെറിയ ആട്ടിൻകൂട്ടമേ കർത്താവ് അഡ്രസ് ചെയ്യുന്നത് ലിറ്റിൽ ഫ്ലോക്ക്. ഹി നെവർ അഡ്രസ്ഡ് എ ഗ്രേറ്റ് ഫ്ലോക്ക്. ഒരിക്കലും ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ കർത്താവ് അഡ്രസ് ചെയ്യുന്നില്ല. ചെറിയ ആട്ടിൻകൂട്ടം. ആ ചെറിയ ആട്ടിൻകൂട്ടം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാണ് ട്രൂ ചർച്ച്. ഇറ്റ്സ് എ മാർക്ക് ഓഫ് എ ട്രൂ ചർച്ച്. അപ്പൊ യൂറോപ്പിൽ സംഭവിച്ചെന്താണ്? ഈ ഫാസിസവും നാസിസവും ഈ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ ഉപോൽപ്പന്നമായിട്ട് ഉയർന്നു വന്നതാണ്. നൂറ്റാണ്ടുകളിലായിട്ടുള്ള ഈ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രബോധനങ്ങളുടെ അനന്തരഫലമായിട്ട് പാശ്ചാത്യ ക്രൈസ്തവർ യഹൂദനെ വെറുത്തു, ജിപ്സികളെ വെറുത്തു, പാഷണ്ഡത പറഞ്ഞവരെ വെറുത്തു. അപ്പൊ അങ്ങനെ ആന്റി ജൂ, ആന്റി ജിപ്സീസ്, ആന്റി ഹെററ്റിക് ഒരു സെന്റിമെന്റ്സ് രൂപപ്പെടുകയാണ്. അതിൽ നിന്നാണ് ഈ ക്രൂസൈഡുകളും ഇൻക്വിസിഷനും ഹോളി വാറും എല്ലാം ഉണ്ടായത്. കാരണം അവരെല്ലാം ചിന്തിച്ചു ഇത് ബൈബിളിലെ ദൈവം തങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഈ അച്ചടക്ക നടപടി എന്ന നിലയ്ക്ക് നടന്ന കൂട്ടക്കൊലപാതകങ്ങളും അക്രമങ്ങളും മുഴുവൻ ദൈവത്തിനു വേണ്ടിയുള്ളതാണെന്ന് അവർ ചിന്തിച്ചു. കത്തോലിക്ക സഭ ജന്മം കൊടുക്കുകയും പ്രൊട്ടസ്റ്റന്റുകാർ താലോലിച്ചു വളർത്തുകയും ചെയ്തതാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലറും ചിന്തിച്ചു യഹൂദനെതിരായിട്ടുള്ളത് ദൈവികമായ ഒരു നടപടിയാണെന്ന്, കർത്താവിന് വേണ്ടിയുള്ള യുദ്ധമാണെന്ന്. അദ്ദേഹം തന്റെ
ജർമ്മൻ ക്രൈസ്തവരോടുള്ള അഭ്യർത്ഥനയിൽ തന്നെ അധികാരത്തിലെത്തിക്കുവാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് വ്യാപകമായ പിന്തുണ ഹിറ്റ്ലർക്ക് കിട്ടുന്നത്. ഈ മതാടിത്തറ ഇല്ലായിരുന്നു എങ്കിൽ ഈ പള്ളികളുടെയും രാഷ്ട്രീയക്കാരുടെയും പൗരന്മാരുടെയും പിന്തുണയോടുകൂടിയാണ് താൻ അധികാരത്തിലേക്ക് വന്നത്. ഇന്ന് പല ആളുകളും, പ്രത്യേകിച്ച് നരക സിദ്ധാന്തം വിശ്വസിക്കുന്ന ആളുകളൊക്കെ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഹിറ്റ്ലറെ പറ്റി. ഹിറ്റ്ലർ എവിടെ പോവും, ഹിറ്റ്ലർ എവിടെ പോവും, ഹിറ്റ്ലർ എവിടെ പോവും. ഇന്ന് നരകം പ്രസംഗിക്കുന്ന അതേ മതമാണ് ഹിറ്റ്ലറെ രൂപപ്പെടുത്തിയത്. ഇതേ നരകചിന്തയാണ് ഹിറ്റ്ലറുടെ ഹൃദയത്തിൽ നരകത്തെ കത്തിച്ചത്. മറിച്ച് പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തെ അല്ല നിങ്ങൾ പഠിപ്പിച്ചത്. അടിസ്ഥാനപരമായി ദൈവശാസ്ത്രം തെറ്റാണ് പാശ്ചാത്യ ക്രൈസ്തവർ പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഒരു സബ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായിരുന്നു ഹിറ്റ്ലർ. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള അസഹിഷ്ണുത മതയുദ്ധങ്ങൾക്ക് തുറക്കം കുറിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് അത്തരത്തിലുള്ള ധാരാളം ചെറിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിലെ അക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും പഠനങ്ങളും ഉത്ബോധനങ്ങളും ഒക്കെ പാശ്ചാത്യ ക്രൈസ്തവർ ഇറക്കിയിട്ടുണ്ട് ധാരാളമായി. ആഴമായ മതബോധവും അന്ധവിശ്വാസങ്ങളും ഒരുമിച്ച് ഇഴചേർന്ന് ഒരുക്കിയപ്പോൾ നാസിസവും ഫാസിസവും യൂറോപ്പിൽ വേരുപിടിച്ചു, വലിയ നാശം വിതച്ചു. മനുഷ്യവർഗത്തിന് അപമാനകരമായ ചരിത്രത്തിന്റെ പുറങ്ങൾ തീർത്തു. ഇത് പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിന്റെ സംഭാവനയാണ്. അങ്ങനെയാണ് ജൂയിഷ് ഹോളോകോസ്റ്റ്, യഹൂദന്മാരുടെ കൂട്ടക്കൊല, 65 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെടുന്നത്. അത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് അവർ ചിന്തിച്ചത്. അത് കാലാകാലങ്ങളിൽ കൊച്ചുകുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതും പള്ളികളിൽ പ്രസംഗിച്ചതും ഉപദേശിച്ചതുമായ പാശ്ചാത്യ ക്രൈസ്തവ ദർശനത്തിന്റെ സ്വാധീന ഫലമായിട്ട് ഉണ്ടായതാണ്. ഇനി രണ്ടാം ലോകമഹായുദ്ധത്തിൽ കത്തോലിക്ക സഭയുടെ നിലപാടെന്തായിരുന്നു? കത്തോലിക്ക സഭ ഒരിക്കലും നാസിസത്തെ അപലപിച്ചില്ല എന്ന് മാത്രമല്ല, യഹൂദന്മാർ യേശുവിന്റെ കൊലപാതകികളാണ് എന്നുള്ള വിധത്തിൽ ചരിത്രത്തിൽ നിന്നും തിരുവെഴുത്തിൽ നിന്നുമുള്ള ഉദ്ധരണികളോടെ ജനമനസ്സുകളിൽ യഹൂദ വിരോധം കുത്തിവെച്ചു. നിശ്ചയമായും തിരുവെഴുത്തുകളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തെസ്സലോനിക്ക ലേഖനം നോക്കിയാൽ 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം, ഞാൻ ആ വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ആകുന്നു. അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. അപ്പൊ ഈ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 14, 15, 16 ഈ 3 വാക്യങ്ങൾ യഹൂദ വിരോധം ജനങ്ങളുടെ ഇടയിൽ വിതയ്ക്കാനിടയായി തീർന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരെ പിശാചിന്റെ മക്കളെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിങ്ങൾ തറപ്പിച്ചു കൊന്ന യേശുവിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പൗലൂസിന്റെയും യോഹന്നാന്റെയും പത്രോസിന്റെയും ഒക്കെ ഉദ്ധരണികളോടുകൂടെ
യഹൂദന്മാർ ക്രിസ്തുവിനെ കൊന്നവരാണെന്നും അതുകൊണ്ട് അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നും അവരെ കൊല്ലുന്നത് ദൈവത്തിന് ബലി കഴിക്കുകയാണെന്നും ഒക്കെയുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് യഹൂദന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും യൂറോപ്യൻ ക്രൈസ്തവർ, അത് കത്തോലിക്കനായെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരാണെങ്കിലും, അവർ മൗനം പാലിച്ചുകൊണ്ടിരുന്നത്. കാരണം ചാകുന്നെങ്കിൽ ചാകട്ടെ എന്നവർ വിചാരിച്ചു. സമാനമായ ഒരു ആന്റി ഇസ്ലാമിക് സെന്റിമെന്റ്സ് ആണ് ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തുവാൻ ഈ കാസ എന്ന സംഘടനയും സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന വ്യക്തിയും ഒരുമിച്ച് ചേർന്ന് ശ്രമിക്കുന്നത്. അതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല എന്ന് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഓർത്തഡോക്സി, ദാറ്റ് ഈസ് ഹെറ്ററോഡോക്സ് പ്രാക്ടീസ് ഓഫ് ക്രിസ്ത്യൻസ്, ദ നെയിം സേക്ക് ക്രിസ്ത്യൻസ്. ദ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്ത് തരത്തിലുള്ള മനോഭാവം യഹൂദന് നേരെ പുലർത്തിയോ അതേ മനോഭാവം ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് കത്തോലിക്കർ അത് ചെയ്തു കൊള്ളട്ടെ, പക്ഷേ ആ സ്വാധീനത്തിൽ നിന്ന് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഒഴിഞ്ഞിരിക്കണം. കാരണം നമുക്കുള്ള പാരമ്പര്യം അതല്ല, നമ്മുടെ വിശ്വാസം അതല്ല. നമ്മൾ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, സോ ദിസ് മെസ്സേജ് ഈസ് ഓൺലി ഫോർ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, നോട്ട് ഫോർ യു. നിങ്ങൾക്ക് എന്ത്, യു ആർ ഫ്രീ ടു ബിലീവ് വാട്ട് എവർ യു വാണ്ട് ടു ബിലീവ്, വാട്ട് എവർ യു വാണ്ട് ടു പ്രാക്ടീസ്, യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ഞങ്ങൾ അതിനെതിരല്ല. പക്ഷേ ക്രിസ്ത്യാനികൾ എന്നുള്ള പൊതുസംജ്ഞയിൽ നിന്ന് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഒഴിവുള്ളവരാണ്. അതാണ് പറയുന്നത്. കാരണം അപ്പോസ്തലന്മാരിൽ നിന്നും യേശു കർത്താവിൽ നിന്നും നേരിട്ട് ലഭിച്ച പ്രബോധനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ പ്രകാശത്തെ ലോകത്ത് പരത്തുന്ന സത്യവിശ്വാസം, ട്രൂ ഓർത്തഡോക്സി, അതിലൊരിക്കലും ഹേറ്റിന് സ്ഥാനമില്ല, വെറുപ്പിന് സ്ഥാനമില്ല. വെറുപ്പിന് പ്രത്യയശാസ്ത്രം അവിടെ നിലനിൽക്കുന്നില്ല. ഓൾ ഇൻക്ലൂസീവ് ഗോസ്പലാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്ത് സെന്റിമെന്റ്സ് ആണോ, ആന്റി സെമിറ്റിക് സെന്റിമെന്റ്സ് അന്ന് അവിടെ യൂറോപ്യൻ ക്രൈസ്തവർക്ക്, പ്രൊട്ടസ്റ്റന്റുകാർക്കും കത്തോലിക്കർക്കും ഒരുപോലെ ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ പ്രൊട്ടസ്റ്റന്റുകാരനായ സെബാസ്റ്റ്യൻ പുന്നക്കലും കത്തോലിക്കന്മാർ കുറെ പേര് കൂടിയ കാസയും ചേർന്ന് യൂറോപ്പിൽ യഹൂദന് നേരെ ഉണ്ടായിരുന്ന അതേ മനോഭാവം ഇന്ന് കേരളത്തിൽ ഇസ്ലാമിനെതിരായിട്ട് ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ചുമ്മാ ഓരോന്ന് പറയുന്നതല്ല, വളരെ നിസ്സാരമായ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. വളരെ കൃത്യമായിട്ടാണ് ഞങ്ങൾ ചരിത്രബോധത്തോടു കൂടിയാണ് ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്ന് സംസാരിക്കുന്നത്, അല്ലാതെ വികാരപരമായിട്ട് പറയല്ല. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ, യൂറോപ്പിലെ കത്തോലിക്കർ യഹൂദന്മാരെ മഞ്ഞ ബാഡ്ജ് ധരിക്കാൻ നിർബന്ധിച്ചു. യഹൂദന്മാർ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ മഞ്ഞ ബാഡ്ജ് ധരിക്കണം. ആയിരത്തി 1215 ലാറ്ററൻ കൗൺസിലില് ഇൻക്വിസിഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ യഹൂദന്മാർക്ക് അവരുടെ വസ്ത്രങ്ങളിൽ മഞ്ഞ ബാഡ്ജും വളഞ്ഞ തൊപ്പി ധരിക്കുവാനും അവരെ ക്രിസ്തുവിന്റെ കൊലയാളികൾ എന്ന വിധത്തിൽ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടാൻ വേണ്ടി. ഇത് തന്നെയാണ് ഇസ്ലാമിക് പ്രാക്ടീസിൽ ദിമ്മി വന്നപ്പോ വന്നത്. അപ്പൊ ഇസ്ലാം കത്തോലിക്കരുടെ പുത്രി സംഘടനയാണെന്ന് ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാം എന്താണ് ചെയ്തത്? അവരുടെ അധീനതയിലുള്ള ക്രൈസ്തവർക്ക് ദിമ്മിയാണ്, അവര് ദിമ്മിപ്പട്ടം കൊടുത്തു. അവരെന്ത് ചെയ്യണം? ബെൽറ്റ് ധരിക്കണം, ഒരു ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കണം. ആ ബെൽറ്റ് കാണുമ്പോൾ മനസ്സിലാവും ദിമ്മിയാണ്. ദിമ്മിക്ക് എന്തുണ്ട്? ജസിയ ഉണ്ട്, എന്ന് പറഞ്ഞാൽ അഡീഷണൽ ടാക്സ് ഉണ്ട്. ഇക്വാളിറ്റി ഇല്ല സിറ്റിസൺസിന്. ഒരു ദിമ്മി സിറ്റിസൺ, അപ്പൊ ദിമ്മിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവരുടെ മതവിരുദ്ധനുണ്ട്, അവരുടെ മതത്തിൽ വിശ്വസിക്കാത്തവൻ. അവർ കൊല്ലപ്പെടേണ്ടവരെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അവർ കൊല്ലപ്പെടേണ്ടവരാണ്, ഇൻഫിഡൽസ് ആണ്. അപ്പൊ ഇൻഫിഡൽസ് ഉണ്ട്, ദിമ്മിയുണ്ട്. അപ്പം ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലുള്ള, ഇപ്പൊ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ ഒരു ക്രിസ്ത്യാനി താമസിക്കുകയാണ്, ഒരു ഹിന്ദുവും താമസിക്കുകയാണ്. ആ ക്രിസ്ത്യാനി എന്താണ്? അവൻ ക്രിസ്ത്യാനി ദിമ്മിയാണ്.
എന്ന് പറഞ്ഞാൽ ചെറിയ പരിഗണനയുണ്ട്, വലിയ കുഴപ്പമില്ല, മര്യാദക്കൊക്കെ ഒന്നും വേണം. അതുപോലെ ഇരട്ടി ടാക്സ് കൊടുക്കണം, പിന്നെ ക്രിസ്ത്യാനി ചെയ്യുന്ന ബിസിനസിന്റെ വേറെ ഷെയർ ഇവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി അധിക നികുതികളും ചുങ്കങ്ങളും ഒക്കെ കൊടുക്കണം. പൗരനുള്ള അവകാശങ്ങൾ ഇപ്പൊ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യം അത്രയ്ക്ക് ഇസ്ലാമിക് അല്ല. പക്ഷെ എന്നാലും പരസ്യമായിട്ട് കുരിശ് വെക്കാനും പള്ളി വെക്കാനൊന്നും പറ്റത്തില്ല. ഒരു മതിൽക്കെട്ടിനകത്തൊക്കെ പോയിരുന്ന് ആരാധിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഇസ്ലാമിക് റീജിയനിൽ തന്നെ ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ ആ ഹിന്ദു ഇൻഫെഡലാണ്, കാഫിറാണ്. അപ്പൊ കാഫിറുകൾ കൊല്ലപ്പെടേണ്ടവരാണ്. ക്രിസ്ത്യാനികൾ ധിമ്മികളാണ്. ധിമ്മി എന്ന് പറഞ്ഞാൽ അത്ര കാഫിറല്ല, ധിമ്മിയാണ്. അവന് ബെൽറ്റ് കെട്ടി നടക്കണം. അതിൽ നിന്നാണ് ഈ ബെൽറ്റ് സംസ്കാരമൊക്കെ വരുന്നത്, അപമാനത്തിൻ്റെത്, അടിമത്തത്തിൻ്റെത്. പക്ഷെ ഈ ചിന്തകളൊക്കെ ഇസ്ലാം മറ്റു മതങ്ങൾക്ക് നേരെ ഇങ്ങനെയുള്ള നയങ്ങൾ കൊണ്ടുവന്നു, നടപടികൾ കൈക്കൊണ്ടു എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ ചരിത്രം ശരിയായിട്ട് പഠിച്ചാൽ ഇതിന് തുടക്കം കുറിച്ചത് കത്തോലിക്ക സഭയാണ്. ഇസ്ലാമിന് മാതൃകയും മാർഗദർശവുമായി നിൽക്കുന്നത് അതിന്റെ മാതൃസംഘടന കത്തോലിക്ക സഭയാണ്. കത്തോലിക്കരാണ് ഇത് ചെയ്തത്, ഇങ്ങനെ യഹൂദന് മഞ്ഞക്കുത്തു കൂട്ടിവിട്ടത്. ചരിത്രത്തിന്റെ തിരിച്ചടി എന്നേ ഉള്ളൂ ഇന്ന് യൂറോപ്പിൽ സംഭവിക്കുന്നത്. യൂറോപ്പിലെ ഇസ്ലാമിക് അധിനിവേശവും യൂറോപ്പ് തകർന്നടിയുന്നതും നമ്മൾ കാണുമ്പോൾ അത് ചരിത്രത്തിന്റെ തിരിച്ചടിയാണ്. വിതച്ചത് കൊയ്യുമെന്ന കർത്താവിന്റെ വചനത്തിന്റെ പൂർത്തീകരണമാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കാലത്ത് റോമിലെ യഹൂദരെ മുഴുവൻ കത്തോലിക്കരെ അപമാനിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഗ്രിഗറി എട്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് പ്രസംഗങ്ങളിലെല്ലാം തന്നെ യഹൂദരെ പരസ്യമായി അപമാനിച്ചു. യഹൂദരെ അപമാനിക്കുന്ന ഒരു പ്രത്യേക കർമ്മം തന്നെ അവർ ബസിലിക്കായിലേക്കുള്ള വഴിയിൽ ഏർപ്പെടുത്തി. ഒരു തോറായുടെ കോപ്പി പോപ്പ് മേടിക്കുന്നതും 20 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത്. കാരണം യഹൂദനെ അപമാനിക്കുകയായിരുന്നു. നിർബന്ധമായിട്ട് യഹൂദന്മാരെയും മറ്റു മതക്കാരെയും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാൻ നിർബന്ധിച്ചു. നിർബന്ധിത മതപരിവർത്തനം നടപ്പിലാക്കി. ഞാൻ പറയുന്നത് ഈ പശ്ചാത്തലമാണ്. സെക്കൻഡ് വേൾഡ് വാറിന് തൊട്ടു മുമ്പ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് ഇന്നത്തെ രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിത്വം അന്ന് അവർ പ്രസംഗിക്കുകയോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്തില്ല. 1930കളിൽ കത്തോലിക്ക നേതൃത്വം യഹൂദ വിരുദ്ധ പ്രസംഗം, ഹിറ്റ്ലറുടെ പ്രസംഗം, തന്നെ അധികാരത്തിലേറ്റുവാനുള്ള പരസ്യ അഭ്യർത്ഥനയോടൊപ്പം ആന്റി സെമിറ്റിക് സർമൺസ് ആണ് ഹിറ്റ്ലർ പറഞ്ഞത്. ഹിറ്റ്ലറുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ ഗ്രിഗറി മാർപ്പാപ്പായുടെ കാലത്ത്, ഗ്രിഗറി 8ാമൻ മാർപ്പാപ്പായുടെ കാലത്ത് ആരംഭിച്ച അതേ പ്രസംഗത്തിന്റെ ഒരു പ്രതിധ്വനി മാത്രമായിരുന്നു ഹിറ്റ്ലറുടെ പ്രസംഗത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹിറ്റ്ലറുടെ പ്രസംഗത്തോട് താതാത്മ്യം പ്രാപിക്കുവാൻ സഭയോട് കൂറുണ്ടായിരുന്ന കത്തോലിക്കർക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല. അവർ പെട്ടെന്ന് അതിനോട് താതാത്മ്യപ്പെട്ടു. ഇന്ന് KCBC വലിയ തീരുമാനമെടുത്തു എന്നൊക്കെ പറയുക. ചരിത്രപരമായ തീരുമാനം, എത്ര വലിയ തീരുമാനം! ഇതൊക്കെ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ചരിത്രത്തിന്റെ വഴികൾ ഞാൻ കാണിച്ചു തരികയാണ്. അതിൽ പ്രശംസിക്കാനൊന്നുമില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്. ഇത് ക്രിസ്ത്യാനിത്വത്തിന്റെ അന്തസ്സത്തെ ഇല്ലാതാക്കുന്ന, അതിന്റെ സ്പിരിറ്റിനെ ഇല്ലാതാക്കുന്നതാണ്.
ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് ആന്റി ക്രിസ്ത്യാനിറ്റിയാണ്, ഇത് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയാണ്. വി പ്രീച്ച് ട്രൂ ക്രിസ്ത്യാനിറ്റി. ഇത് ഓതന്റിക് ട്രിനിറ്റേറിയൻ ക്രിസ്ത്യാനിറ്റി. ഈ ഓതന്റിക് ട്രിനിറ്റേറിയൻ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഹേറ്റിന് സ്ഥാനമില്ല. അപ്പൊ ഇവര് ഈ പറയുന്ന ഇസ്ലാമിനെ അതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഈ അജണ്ട കൊണ്ടുവരുമ്പോ ഈ റിസൊനേറ്റ് ചെയ്യുകയാണ്. സാധാരണ ഒരുമാതിരി ശരാശരി കത്തോലിക്കന്റെ ഹൃദയം തുടിക്കുന്നു. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോ സങ്കടം വന്നു, അയ്യോടാ ഞാൻ എല്ലാവർക്കും കൈലേസ് അയച്ചു തരാം. എന്നെ ചീത്ത വിളിച്ചവർക്കെല്ലാം ഗ്ലോറിയസ് ഗോസ്പലിന്റെ വകയായിട്ട് 10 കൈലേസ് വെച്ച് അയക്കുന്നുണ്ട്. എല്ലാവരും അഡ്രസ്സിങ് അയക്കി, കണ്ണുനീര് തുടയ്ക്കാൻ, നിങ്ങൾക്ക് സങ്കടമായെങ്കിൽ. അപ്പൊ ട്രൂ പ്രീച്ചിങ് ഓഫ് ക്രിസ്ത്യാനിറ്റി കേട്ടപ്പോ നിനക്ക് സങ്കടം വന്നു, നിനക്ക് ഹേറ്റ് സ്പീച്ച് ആണ് കേൾക്കേണ്ടത്. ഇതാണ് ജർമ്മനിയിലെ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും ഒരുപോലെ ത്രസിപ്പിച്ചു. പ്രൊട്ടസ്റ്റന്റുകാരെയും കത്തോലിക്കരെയും ഹിറ്റ്ലറുടെ യഹൂദ വിരുദ്ധ പ്രഭാഷണങ്ങൾ ഒരുപോലെ ത്രസിപ്പിച്ചു. യഹൂദന്മാരുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ തൊലിയുരിച്ച് ആ കുഞ്ഞുങ്ങളുടെ നേർമയുള്ള തൊലി കൊണ്ട് മണിപ്പേഴ്സ് ഉണ്ടാക്കി ജർമ്മൻ മാർക്കറ്റുകളിൽ വിറ്റപ്പോൾ അത് മേടിക്കുവാൻ പ്രൊട്ടസ്റ്റന്റ് കൊച്ചമ്മമാരും കത്തോലിക്ക അമ്മച്ചിമാരും മത്സരിച്ചു. നാളെ മലപ്പുറത്തുള്ള കോയാമാരുടെ തൊലിയുരിച്ച് ബാഗ് ഉണ്ടാക്കി വിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസായിക്ക് പിന്തുണ കൊടുക്കുന്ന അമ്മച്ചിമാരും കൊച്ചമ്മമാരും സന്തോഷിക്കും, അച്ചായമാര് മേടിക്കും. അപ്പൊ നിങ്ങളിലുള്ളത് ക്രിസ്തുവിന്റെ ആത്മാവല്ല, നിങ്ങൾ സംസാരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയല്ല. യൂറോപ്പിൽ എങ്ങനെ ക്രിസ്ത്യാനിത്വം തകർന്നടിഞ്ഞോ അതുപോലെ കേരളത്തിൽ ക്രിസ്ത്യാനിത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മുന്നൊരുക്കമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം തകർന്നതുപോലെ തന്നെ കേരളത്തിൽ ക്രിസ്ത്യാനിത്വം തകരും. അതെന്തുകൊണ്ടാണ്? ഇസ്ലാമിനെതിരെ വാളെടുക്കാത്തത് കൊണ്ടോ യുദ്ധപ്രഖ്യാപനം നടത്താത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഉപദേശവിശുദ്ധി ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ പ്രസന്റ് ചെയ്യാത്തത് കൊണ്ടാണ്. കേരളത്തിലെ നമ്പർ 1 മലയാളികളുടെ ഇടയിൽ ഒന്നാം തരമായിട്ട് തൃത്വവിശ്വാസത്തെ എതിർക്കുന്ന ഒന്നാം തരം പാഷണ്ടക്കാരനായിരിക്കുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലിനെ കത്തോലിക്കർ കൂട്ടുപിടിച്ചു എന്ന് പറയുന്നതോടുകൂടെ ആ തകർച്ച പൂർത്തിയായിരിക്കുകയാണ്. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സദാ കാലം സ്മരണം ചെയ്വതു നന്നേറ്റം. കത്തോലിക്ക സഭയ്ക്ക് നോമ്പില്ല, അത് നിങ്ങൾക്കറിയോ? 50 നോയമ്പ് ഓർത്തഡോക്സിനുണ്ട്. ദാറ്റ് ഈസ് അവർ ഓർത്തഡോക്സ് പ്രാക്ടീസ്. കത്തോലിക്കരുടെ നോമ്പ് എന്നാ പറന്നുപോയെന്ന് നിങ്ങൾക്കറിയാവോ? 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പം. സെക്കൻഡ് വേൾഡ് വാർ വരെ അവർക്ക് നോമ്പുണ്ടായിരുന്നു. ഇപ്പം നോമ്പില്ല. ഇപ്പം വെറും ആചാരമേ ഉള്ളൂ. ഈസ്റ്റർ ആഘോഷിക്കുക. എന്താ? ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന്റെ യൂറോപ്പിന്റെ സെക്കൻഡ് വേൾഡ് വാറിനും തൊട്ടു മുമ്പും ശേഷവുമുള്ള യൂറോപ്പിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ചിത്രം നിങ്ങൾ പരിശോധിക്കണം. ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് തകർന്നതെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അപ്പൊ ഇവരറിയാതെ കയറി വന്നതല്ല, ഇവര് ഹിറ്റ്ലർക്ക് സർവാത്മന പിന്തുണ കൊടുക്കുകയായിരുന്നു. നിങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രതിനിധി ആയിരത്തി 1917 മ്യൂണിക്കിൽ, പിന്നീട് അത് നാസിസത്തിന്റെ കളിത്തൊട്ടിലായി മാറിയ സ്ഥലമാണ്. അദ്ദേഹം യഹൂദന്മാർക്ക് എതിരായിട്ടുള്ള നടപടികൾ, യഹൂദന്മാരെ സഹായിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് യഹൂദന്മാരെ ദുരുപദേശ കൂട്ടമായിട്ട് പ്രഖ്യാപിച്ചു. ടൈപ്പ് ചെയ്ത ആ ലെറ്ററിൽ അദ്ദേഹം യഹൂദന്മാരുടെ എല്ലാ ജീവിത രീതികളെയും പരിഹസിച്ചു, വളരെ ആക്ഷേപകരമായിട്ട്.
അവരുടെ ജീവിത ശൈലികളെ, അവരുടെ സമ്പ്രദായങ്ങളെ, അവരുടെ പാരമ്പര്യങ്ങളെ അവർ പരിഹസിക്കുകയും അവരുടെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതൊന്നും ഒരിക്കലും ഒരു ക്രിസ്ത്യൻ പ്രീച്ചിങ് ആയിരുന്നില്ല. ഇന്ന് സമാന രീതിയിലാണ് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള പാരമ്പര്യങ്ങളെ, അവരുടെ പ്രാക്ടീസുകളെ, അവരുടെ ജീവിത രീതികളെ പരിഹസിക്കുന്നത്. അപ്പൊ 1917 ഇജീനിയോ പാസലി എന്ത് ചെയ്തോ അദ്ദേഹമാണ് പിന്നീട് പോപ്പ് പിയൂസ് 12 എന്ന മാർപ്പാപ്പയൊക്കെ ആയി മാറിയ ആളാ. അപ്പൊ ഈ പിയൂസ് 12 മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് അദ്ദേഹം 1917 ചെയ്ത കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം മുഴുവൻ ഞാൻ ജർമ്മനിയും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്തുവാൻ ഉപയോഗിക്കും. കത്തോലിസിസത്തെയും ജർമ്മനിയെയും യൂണിഫൈ ചെയ്യിക്കുവാൻ ഇദ്ദേഹം കനത്ത സംഭാവനകളാണ് നൽകിയത്. ഇറ്റലിയിലെ പരിശുദ്ധ സിംഹാസനം ഈ പാസലിയുടെ ഒരു ബ്രദറ് ഗാസ്പരി, അദ്ദേഹമാണ് മുസോളിനിയുമായിട്ട് 1929 ഇറ്റലിയിൽ കരാർ ഒപ്പുവെച്ചു. അതിനെ ലാറ്ററൻ ട്രീറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലാറ്ററൻ ട്രീറ്റി ഒപ്പുവെച്ചു എന്നറിഞ്ഞ ഹിറ്റ്ലർ സമാനമായ ഒരു കരാർ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സിംഹാസനവുമായിട്ട് ഒപ്പുവെക്കുവാൻ ഹിറ്റ്ലർ ആഗ്രഹിച്ചു. കാരണം അത് തന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുവാനും തന്റെ പടയോട്ടത്തെ നിർവിഘ്നമാക്കുവാനും കഴിയുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. വത്തിക്കാൻ എന്താ ചെയ്തെന്നറിയാമോ? പുരോഹിതന്മാരെ ഹിറ്റ്ലറെ പിന്തുണയ്ക്കുവാൻ പ്രേരിപ്പിച്ചു. ഫാസിസ്റ്റുകളെയും നാസിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുവാൻ പോപ്പ് പ്രേരിപ്പിച്ചു. മുസോളിനിയെ കുറിച്ച് പോപ്പ് പറഞ്ഞത് ദൈവസിംഹാസനത്തിൽ നിന്ന് അയക്കപ്പെട്ട ഒരു വ്യക്തി എന്നാണ്. പരിശുദ്ധ സിംഹാസനം ഈ ഏകാധിപതികളുടെയും സ്വേച്ഛാധിപതികളുടെയും നാടുവാഴികളുടെയും ദുഷ്പ്രഭുക്കന്മാരുടെയും എല്ലാത്തരം തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിന്നു. അവരുടെ മാനവ വിരുദ്ധതയെയും അവരുടെ നീതി നിഷേധത്തെയും അവരുടെ ക്രൂരതകളെയും കണ്ടില്ല എന്ന് നടിച്ചു. മറിച്ച് ഇതെല്ലാം ദൈവീകമാണെന്ന് കൽപ്പിച്ചു. മാർപ്പാപ്പായുടെ അപ്രമാദിത്വമുള്ളതുകൊണ്ട് സാധാരണ കത്തോലിക്ക വിശ്വാസികൾ അതിനെതിരെ ചിന്തിക്കുവാൻ പോലും ഭയപ്പെട്ടു. എന്നാണ് മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വം വന്നത് 1870 1870 ഇപ്രകാരം ഒരു അപ്രമാദിത്വം, അതൊന്നും ക്രിസ്തീയമല്ല. ദാറ്റ് ഇസ് നോട്ട് ഓർത്തഡോക്സി. ഇന്ന് മാർപ്പാപ്പായുടെ അധികാരവും മാർപ്പാപ്പായുടെ പദവിയും ഒക്കെ കണ്ടിട്ട് ചില ഓർത്തഡോക്സർ, ചുരുക്കം ചില യാക്കോബായക്കാരെങ്കിലും സമാനമായിട്ട്, ഞാൻ ഒരു ചർച്ചയിൽ കേട്ടതാണ്. യാക്കോബായ സഭയിലെ ഒരു മെത്രാപ്പോലിത്ത ഇരുന്നിട്ട് കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സുറിയാനി സഭയിൽ പാത്രിയാർക്കീസ് എന്ന് പറയുന്നത് കേട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവനയെ നമ്മുടെ മിലിത്തിയോസ് തിരുമേനി തിരുത്തുന്നതായിട്ടൊക്കെ കണ്ട, അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ളൊരു അപ്രമാദിത്വമോ ഏകാധിപത്യമോ ഒന്നും ക്രിസ്ത്യാനിറ്റിയിലുള്ളതല്ല. ചർച്ച് കൗൺസിൽ ഹോൾഡ് അതോറിറ്റി ആൻഡ് ചർച്ച് കൗൺസിൽ ടുക്ക് ദ ഡിസിഷൻ. അതാണ് ക്രിസ്ത്യൻ പ്രാക്ടീസ്. ഇവിടെ സംഭവിച്ചെന്താണ്? ഈ 1870 മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വം കൽപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതങ്ങ് ആദ്യ നൂറ്റാണ്ട് മുതൽ അപ്രമാദിത്വമൊന്നുമില്ല. ഒന്നാം വത്തിക്കാൻ കൗൺസിലിനാണ് അപ്രമാദിത്വം കൽപ്പിച്ചു കൊടുത്തത്. ജോൺ പോൾ II മാർപ്പാപ്പയുടെ കാലത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ്. അദ്ദേഹം ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു ജോൺ പോൾ II മാർപ്പാപ്പ. അദ്ദേഹം ആ തെറ്റ് സമ്മതിച്ചു. കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ച തെറ്റുകൾ, വീഴ്ചകൾ, പിഴവുകൾ, ചെയ്തു കൂട്ടിയ തെറ്റുകൾ എല്ലാത്തിനും പരസ്യമായി ലോകത്തോടും ചരിത്രത്തോടും ആ പുണ്യപുരുഷൻ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതേ തെറ്റാണിന്ന് കേരളത്തിലെ ചില ആളുകൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ജോൺ പോൾ മാർപ്പാപ്പ എന്തെല്ലാം തെറ്റുകളാണോ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തി ചരിത്രത്തോടും ലോകത്തോടും മാപ്പ് പറഞ്ഞതെങ്കിൽ അതേ കാര്യം ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ 1930 ഇതാണ് സംഭവിച്ചത്. 1933 വന്നു കഴിഞ്ഞപ്പോ മാർപ്പാപ്പയുടെ അംഗീകാരം നാസികൾക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് ആ ഒരൊറ്റ അംഗീകാര പത്രം 23 മില്യൺ കത്തോലിക്കരെ നിശബ്ദരാക്കി. അതായത് 2,30,00,000 കത്തോലിക്കരുണ്ടായിരുന്നു ഹിറ്റ്ലർക്കെതിരെ പ്രതികരിക്കുവാൻ
ശബ്ദിക്കുവാൻ. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യഹൂദന്മാർ തങ്ങളുടെ കൺമുമ്പിൽ വേട്ടയാടപ്പെട്ടപ്പോഴും തങ്ങളുടെ കൺമുമ്പിൽ കൊല്ലപ്പെട്ടപ്പോഴും അവർക്ക് വേണ്ടി ഒരക്ഷരം ശബ്ദിക്കുവാൻ പോലും കഴിയാതെ ഇവരുടെ വായകളെ മൗനമാക്കി കളഞ്ഞത് ഈ പരിശുദ്ധ സിംഹാസനത്തിന്റെ നടപടിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് തെറ്റായ മതബോധ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന നടപടികൾ. അപ്പൊ തെറ്റായ മതബോധ്യങ്ങളാണ് ഇവിടെ വരുന്നത്. ആയിരത്തി 1933 ജൂലൈ 20 പിന്നീട് 12ാം പിയൂസ് മാർപ്പാപ്പ ആയി മാറിയ യുജീനിയോ പാസല്ലി ഒരു കരാർ ഒപ്പുവെക്കുന്നുണ്ട് നാസികളുമായിട്ട് ഒരു കരാർ ഒപ്പുവെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചിത്രം, ഈ ചിത്രം കണ്ടു, ഇതാണ് നാസികളുമായിട്ട് കത്തോലിക്ക സഭ കരാർ ഒപ്പുവെക്കുന്നതിന്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ചരിത്ര വസ്തുതയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇത് ക്രിസ്തീയ മുന്നേറ്റമോ ക്രിസ്തീയ പ്രബോധനമൊന്നുമല്ല. ക്രിസ്തീയ പ്രബോധനം എന്താണ്? ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടപ്പോഴും അവർ പ്രതികരിച്ചില്ല, പ്രതിഷേധിച്ചില്ല. അവരുടെ രക്തം കൊണ്ട് കർത്താവിനോട് തങ്ങൾക്കുള്ള സ്നേഹത്തെ അവർ അറ്റസ്റ്റ് ചെയ്തു. തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്നാച്ചവളം, രക്തം വെള്ളമോടൊഴുകും മശിഹായേ, സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി, കർത്താവിൻ പേർക്കെല്ലാരും. ഇതാണ് ഓർത്തഡോക്സി. നിങ്ങൾ കാസായുടെ എമ്പളത്തിൽ വാളും പരിചയം കുന്തവും കുടച്ചക്രവും തോക്കും വെടിക്കോപ്പും ഒക്കെ വെച്ചാണ് ഒരു ക്രൂസൈഡറിനുള്ള ഒരുക്കമാണ്. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. പെർവേർട്ടഡ് ക്രിസ്ത്യൻസ്, വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയാണ് ദ ട്രൂ ക്രിസ്ത്യാനിറ്റി, ദ ട്രിനിറ്റേറിയൻ ക്രിസ്ത്യൻസ്. അവരാരെയും കൊല്ലുന്നവരല്ല, ആരെയും ഉപദ്രവിക്കുന്നവരല്ല, ആരെയും ആക്ഷേപിക്കുന്നവരല്ല, കൊല്ലപ്പെടുന്നവർ. ചിതറിത്തെറിച്ച ആ രക്തം മനസ്സിന്റെ കന്മഷങ്ങളെ പോക്കുവാൻ സമാഗമന കൂടാരത്തിന്റെ ഉൾത്തളങ്ങളിൽ, ആ വിശുദ്ധ ബലിപീഠത്തിന്റെ മുകളിൽ, ആ പെട്ടകത്തിന്റെ മുകളിൽ, വിരിക്കൂട്ടത്തിന്റെ മുകളിൽ, സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യപ്പെട്ടതുപോലെ, സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുകളിൽ ആ രക്തം സ്പ്രിങ്കിൾ ചെയ്യപ്പെട്ടതുപോലെ, ഇന്ന് നമ്മൾ ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരും ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരുമായി പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഹൃദയങ്ങളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യപ്പെടുകയാണ്. ഞാൻ എന്റെ ശരീരത്തിൽ കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പൗലുസ്ലീഹ അതുപോലെ രക്തം ഊറ്റിക്കൊടുത്തു. സ്തേഫാനോസ് കല്ലേറ് കൊണ്ടപ്പെട്ടു. ശമാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പനുമായ മാ സ്തേഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുമ്പോ കല്ലെറിയുന്നവരുടെ വസ്ത്രത്തിന് കാവലിരുന്നവനാണ് പൗലൂസ് അപ്പോസ്തലൻ. സ്തേഫാനോസിന്റെ രക്തം ചിതറിത്തെറിച്ചത് ആ മണ്ണിലല്ല, ശൗലിന്റെ ഹൃദയത്തിലാണ്. പിന്നീട് പൗലൂസിന്റെ രക്തം അനേകായിരുടെ ഹൃദയങ്ങളിലേക്ക് ചിതറിത്തെറിച്ചു. കൊല്ലപ്പെട്ട നിഷ്കളങ്കരായ നിരപരാധികളായ ക്രൈസ്തവ വിശ്വാസികളുടെ രക്തം
കൊലപ്പെടുത്തിയവരുടെ, കാഴ്ചക്കാരുടെ, സാക്ഷികളുടെ ഹൃദയങ്ങളിൽ തെറിച്ചപ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവർ രൂപപ്പെട്ടത്. അതാണ് ക്രിസ്ത്യൻ വേ ഓഫ് പ്രാക്ടീസ്, ട്രൂ ക്രിസ്ത്യാനിറ്റി. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അല്ലെ ആക്രമിക്കുവാൻ പ്രേരിപ്പിക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം. അപ്പൊ അതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്നെ എന്താണ് ജിഹാദിയാണ്, ജിഹാദിയുടെ തോഴനാണ്, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. നിങ്ങളുടെ ക്രിസ്ത്യാനിത്വം അല്ല ഞങ്ങളുടെ ക്രിസ്ത്യാനിത്വം. രണ്ടും രണ്ട് ക്രിസ്ത്യാനിത്വമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ ചരിത്രങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ മറുപടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ വി വിൽ കം വിത്ത് വെരി ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ്. യൂറോപ്പിൽ എന്താണ് സംഭവിച്ചത് 18-ാം നൂറ്റാണ്ടിന്റെ പകുതി തൊട്ട് 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു 150 വർഷത്തെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചത്. യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം തകർന്നത് എങ്ങനെയാണ്. പാരലായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ, ഇതാ കർത്താവ് വരുന്നു, അവന്മാരുടെ പ്രസംഗം, കർത്താവ് എത്തിക്കഴിഞ്ഞു, ഇതാ അവൻ എത്തിക്കഴിഞ്ഞു, പ്രിയപ്പെട്ടവരെ എത്തിക്കഴിഞ്ഞു, ദാ എത്തിക്കഴിഞ്ഞു. യുദ്ധങ്ങൾ, ഭൂകമ്പം, ക്ഷാമം, ദാ നോക്ക് ബോംബുകൾ വീഴുകയാണ്. വീട്ടിൽ നിന്നുള്ള ഭർത്താവും മകനും യുദ്ധത്തിന് പോയിരിക്കുക, പെണ്ണുങ്ങൾ പേടിച്ച് വീട്ടിലിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഉപദേശിമാർ വീട് തോറും കയറി യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. ഓ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല ജാതികൾ. യൂറോപ്പിലെ ഉപദേശിമാരാ. രാജ്യങ്ങളോട് എതിർപ്പു തുടങ്ങിയല്ലോ. ഗ്ലോറി 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 ഗ്ലോറി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് കർത്താവ് വന്നില്ല, ജ്യോതിയും കണ്ടില്ല, ഒരു തേങ്ങാപ്പലയും കണ്ടില്ല. യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ഈ ഉപദേശിമാരുടെ മുഖത്ത് നോക്കി എന്നാട്ടി. ആ ആട്ടിന്റെ ശക്തിയിൽ യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം തെറിച്ചുപോയി. ദുരുപദേശം, പെന്തക്കോസ്തു ദുരുപദേശം. പിന്നെ കേരളത്തിലൊരുത്തനുണ്ട്, കുറെ പേരുണ്ട്. ഇപ്പൊ പുതിയൊരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ട്, സിനിമാ പോസ്റ്ററൊക്കെ സിനിമാ പോസ്റ്റർ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ചോണ്ടിരുന്നു. അവൻ പോസ്റ്റർ ഒട്ടിക്കുന്ന പണി നിർത്തി പാസ്റ്ററായി. അവനിപ്പോ പുസ്തകം എഴുതുന്നു, പിന്നെ പാട്ട് എഴുതുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. കേട്ടാ വല്ല കൊള്ളുന്ന കാര്യമാണ്. അവൻ പറയുന്നതാണ് കർത്താവ് ബാൻഡുമേളമായിട്ട് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഓരോ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രൊട്ടസ്റ്റന്റുകാർ ഗണ്യമായ സംഭാവനയാണ് നൽകിയത് യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വത്തെ തുടച്ചു നീക്കാൻ. കത്തോലിക്ക സഭയും ഒട്ടും മോശമല്ലാത്ത സംഭാവന നൽകി. ഇത് രണ്ടും കൂടി ആയപ്പോൾ പൂർത്തിയായി. മനുഷ്യരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുക. യുദ്ധത്തിന്റെ ഭീതിയിൽ പേടിച്ച് വീട്ടിലിരുന്ന പെണ്ണുങ്ങളെല്ലാം ഇളക്കി. ഇപ്പൊ കർത്താവ് വരും, യുദ്ധം കഴിഞ്ഞാണ്, ഇത് യുദ്ധത്തിന്റെ നടുക്ക്, ഇതാ മഹാപീഡനം തുടങ്ങിക്കഴിഞ്ഞു, ഇതാ കർത്താവ് വരും. ഇത് തന്നെയാണ് ബ്രദറൻകാര് കാലത്ത്, ഈ ഗൾഫ് യുദ്ധ കാലത്തൊക്കെ എന്തോ ഒരു MM സക്രിയ എന്ന് പറഞ്ഞ മാങ്ങാനത്തുള്ള ഒരു പുള്ളി ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ പറമ്പിൽ വന്ന് പ്രസംഗം ഞാൻ ഇന്നും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. സദ്ദാം ഹുസൈൻ എതിർ ക്രിസ്തു ആണെന്നൊക്കെ. ഈയിടെ ബ്രദറുകാരെ കുറെ പേര് MM സക്രിയ മഹാനാണെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പ്രചരണമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. MM സക്രിയായി മഹാനാണ്. പെന്തക്കോസുകാരുടെ ഇടയില് അങ്ങനെ പലരെ മഹാന്മാരാക്കിയാക്കുന്നുണ്ട്. ഇപ്പൊ പെന്തക്കോസുകാരുടെ ഒരു പുതിയ ഫാഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്മാര് ഈ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ IPCയുടെ പ്രസിഡന്റ് ആയിരുന്ന ജേക്കബ് ജോൺ ഒരു കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ പ്രചാരം ഉണ്ടായിരുന്നു. ഇപ്പൊ പലരും ഇങ്ങനെ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ അവര് കല്ലറയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന പ്രാർത്ഥനയാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കല്ലറയ്ക്ക് പോയി പ്രാർത്ഥിക്കുക. ഈയിടെ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കല്ലറയ്ക്ക് പോയി ഒരു IPCയുടെ പാസ്റ്റർ കൈപൊക്കി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം അവർ മാറിയിട്ടുണ്ട്. അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു, അവരുടെ പ്രസംഗങ്ങൾ പരാജയപ്പെട്ടു, അവരുടെ മുദ്രാവാക്യങ്ങൾ പരാജയപ്പെട്ടു. ഇതൊക്കെയാണ് യൂറോപ്പിൽ സംഭവിച്ചത്. കർത്താവ് ഉടനെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനസ്സിലായി കളിപ്പീരാണ്. അപ്പൊ ഇവിടെ ട്രൂ ക്രിസ്ത്യാനിറ്റി പ്രസംഗിക്കപ്പെട്ടില്ല, ട്രൂ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അപജയം.
ട്രൂ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ട്രിനിറ്റേറിയൻ ഡോക്ട്രിനാണ്. അത് ഹോൾഡ് ചെയ്യുന്നവർ ലോകത്തിന്റെ ശത്രുക്കളാണ്. അത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ആണെങ്കിലും കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് ആണെങ്കിലും ആ ഓറിയന്റൽ ഓർത്തഡോക്സ് ഗ്രൂപ്പിനെ നിങ്ങൾ നോക്കുക. ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്, മുസോളിനി എത്യോപ്യയെ ആക്രമിച്ചപ്പോൾ മാർപ്പാപ്പ മിണ്ടിയില്ല. എത്യോപ്യ ആക്രമിച്ചോട്ടെന്ന് കരുതി. നിങ്ങൾക്കറിയാം, എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ച്, തൗഹീദോ ചർച്ച്, അർമീനിയൻ ചർച്ച്, സിറിയൻ ചർച്ച്, കോപ്റ്റിക് ചർച്ച്. നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്, ഓറിയന്റൽ ഓർത്തഡോക്സ് ഗ്രൂപ്പിലെ നോക്കാം. അതിലുള്ള എല്ലാ അംഗസഭകളും പീഡിപ്പിക്കപ്പെടും. ഇന്നും ഒറ്റ സഭയ്ക്ക് ഈവൻ എ സിംഗിൾ ചർച്ച് ഈസ് ഫ്രീ ഫ്രം പെർസിക്യൂഷൻ. every single branches of that group. ഒറിജിനൽ ക്രിസ്ത്യൻ ചർച്ച് അതാണ്. 2021 പീഡനത്തിന് കുറവില്ലാതെ 2021 പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഓഫ് ദ ട്രൂ ചർച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് സത്യമായ സഭ. അതുകൊണ്ട് ഞാനിവിടെ ഇന്നത്തെ ഈ മെസ്സേജ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അൺടച്ചബിൾ ആയിട്ട്, അസ്പർശ്യനായിട്ട്, പ്രവേശനമില്ലാത്ത ആ കുഷ്ഠരോഗിയെ സ്വീകരിച്ച് സ്പർശിച്ചതുപോലെ സ്നേഹത്താൽ സ്പർശിക്കുവാൻ, ആരെയും വെറുക്കാതിരിക്കുവാൻ, അതാണ് കർത്താവായ ഈശോ മിശിഹ പഠിപ്പിച്ചത്. അങ്ങനെ വെറുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലപ്പെടുകയില്ലേ? കൊല്ലപ്പെടും. അതാണ് കർത്താവായ ഈശോ മിശിഹ കൊല്ലപ്പെട്ടത്. അതാണ് അവന്റെ അപ്പോസ്തലന്മാർ കൊല്ലപ്പെട്ടത്. സഭയിൽ പിതാക്കന്മാർ, സഹദേന്മാർ, മൗദ്യാനന്മാർ ഉപദ്രവിക്കപ്പെട്ടത്, നാട് കടത്തപ്പെട്ടത്, കൊള്ളയടിക്കപ്പെട്ടത് ഒക്കെ സംഭവിച്ചു. ദാറ്റ് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ശരിയായ ക്രിസ്ത്യാനിത്വം അതാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.